ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് പനമ്പള്ളി നഗറിലാണ്. ഇതെന്റെ സ്വരഫുൾ ബായിന്റെ വീടാണ്. എനിക്ക് സ്വരഫുൾ ബായിന് ഒരു 7 വർഷമായിട്ട് അറിയാം. ഏത് പാതിരാത്രി, ഇപ്പൊ സമയം 3 ആണ്. ഈ ഒരു സമയത്ത് എനിക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണ്. പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ്, പക്ഷെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഇവരൊക്കെ കാണുമ്പോൾ. പക്ഷെ എനിക്കൊരു 7 വർഷത്തെ പരിചയം വെച്ച് എനിക്ക് ഇന്ന് വരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല ഇവരുടെ ഭാഗത്തുനിന്ന്. ഇപ്പൊ നമ്മൾ തിരിച്ച് ബുട്ടീക്കിലെത്തി. സ്വരഫുൾ ബായിന്റെ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞു. അതായത് ഇപ്പൊ സമയം 4:30. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം എടുത്തിട്ട് ഞാനിപ്പോൾ ബൊട്ടീക്കിലെത്തി. അപ്പം എന്തായാലും ഇനി ഇതെല്ലാം ഇവിടുന്ന് എടുത്ത് നമ്മൾ ബാഗിൽ കയറ്റിയിട്ട് നേരെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ വയനാട്. ഫൈനലി പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ തൊഴിലിന് ഇറങ്ങുകയാണ്. നേരെ വയനാട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ആദ്യമായിട്ട് സെക്കൻഡ് ടൈമാണ്, തേർഡ് ടൈമാണ് സ്റ്റേ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. വയനാട് ചെയ്യാം. എപ്പോഴും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോർട്ട് ടൈമിലായിരിക്കും വരിക. 1 വീക്കിലാണ് ഇപ്പോൾ ഇതാ എന്നെ വിളിച്ച് പറയുന്നത്. ഡാലു ആണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനൊരു ഷോ ഉണ്ട്, പൊടി ഇൻട്രസ്റ്റഡ് ആണോ. 1 വീക്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് വരെയുള്ള എൻ്റെ വിഷമം, ഞാൻ ഇതുവരെയായിട്ട് ഒരു ഷോ ചെയ്യണ സമയത്ത് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യണ്ടേ. അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ എപ്പോഴും അറിവറിയായിരിക്കും. ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് ഷോ. ഞമ്മക്ക് പോക്കറ്റിൽ കയറുന്നു. പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ വയനാട് എത്തി. കോസ്റ്റ്യൂംസ് ഒക്കെ ഫസ്റ്റ് ട്രയലിന് വേണ്ടി മോഡൽസിന്റെ അടുത്ത് കൊണ്ടുപോവാണ്. റാമ്പില് മോഡൽസ് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത്രയും ചെറിയ എൻ്റെ സ്കേർട്ടാണ് ഇത്രയും ഹൈറ്റ് ഉള്ള നമ്മുടെ മോഡൽസ് ഇടുന്നത്. ഞാൻ ഈ ഡ്രസ്സസ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് മോഡൽസിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇവർക്ക് കൊള്ളൂ എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിക്കണ്ടായിരുന്ന. കാരണം ഞാനാണെങ്കിൽ ഭയങ്കര ഷോർട്ടാണ്, ഇവരാണെങ്കിൽ ഭയങ്കര ടോളാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂംസ് തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സൈസ് ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് ടൈമായ കാരണം നമുക്ക് മോഡൽസിനെ പോലും അറ്റ്ലീസ്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താൽ മാത്രമേ റാമ്പിൽ ഇറങ്ങുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഡിസൈനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് എല്ലാം വലിയ വലിയ ബുട്ടീക്സ്. അവരാണെങ്കിൽ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പം എൻ്റെ ഡ്രസ്സ് ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ മനസ്സിങ്ങനെ ആലോചിച്ചു, ദൈവമേ എൻ്റെ കോസ്റ്റ്യൂം ഇതിലൊന്നും ഞാൻ വിചാരിച്ച പോലെ ആയില്ലല്ലോ. അല്ലെങ്കിൽ എല്ലാവർക്കും ഷോർട്ടായിരിക്കുമല്ലോ സ്കേർട്ടും കാര്യങ്ങളൊക്കെ. ഇതിനി ഭംഗി ഉണ്ടാവുമോ, ഇനി ഇവരുടെയൊക്കെ കൂട്ടത്തിൽ എൻ്റെ ഡ്രസ്സ് ഞാൻ ഈ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്ത സംഭവങ്ങൾ ഭയങ്കര മോശമായി പോവോ എന്നൊക്കെ ഭയങ്കര വിഷമമായി എനിക്ക് കണ്ടപ്പോൾ, അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് കണ്ടപ്പോൾ. പക്ഷെ എല്ലാം കൂടെ ഒരുങ്ങി വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. പാറ്റേൺസ് കാരണം കൊണ്ടല്ല, പാറ്റേൺസ് എല്ലാം നോർമലാണ്, പക്ഷെ അതിന്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റേജിൽ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഡിസ്പ്ലേ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ഇതിനെ പറ്റിയ മോഡൽസിനെ കിട്ടുമോ, ഇനി അതവർക്ക് ഫിറ്റ് ആവുമോ, ഇത് ഷോർട്ട് ആവുമോ. സംഭവം ഷോർട്ടാണെങ്കിലും എല്ലാവരും കൂടെ അത് ഇട്ടൊരുങ്ങി വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി, എനിക്കും ഭയങ്കര സന്തോഷമായി. കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഞാൻ വീണ്ടും റാമ്പിൽ കയറി. എൻ്റെ മോഡൽസും എൻ്റെ കോസ്റ്റ്യൂംസും എല്ലാം അടിപൊളിയാണെന്ന് അവിടെ എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞു. വലിയ വലിയ ബുട്ടീക്സും അവരുടെ ഇടയിൽ എൻ്റെ കുഞ്ഞു ബുട്ടീക്കും കുറച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ നിന്നു. എല്ലാവരും എന്നെ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം ഇനി നെക്സ്റ്റ് ഷോയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് ഭയങ്കര വലിയൊരു ഔട്ട് നമുക്ക് കൊടുക്കണം എന്നുള്ളൊരു വാശിയിൽ ഇവിടുന്ന് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരും കൂടി അടിച്ചു പൊളിച്ചു. നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മുടെ കോസ്റ്റ്യൂം നമ്മൾ മോഡൽസിനെ കൊടുത്ത് അവർ റാമ്പിലൂടെ നടന്നു വരുമ്പോൾ കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ,
അത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര ഫീലായിരിക്കും. ഞാനാണെങ്കിൽ ആദ്യത്തെ 2 ഷോ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ പാരൻസിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇത്തവണ അമ്മേനെയും അച്ഛനും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ പോണത്. അവർ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു ഷോ ഇങ്ങനെ കാണുന്നത്. ആദ്യത്തെ 2 ഷോ ചെയ്യുന്ന സമയത്ത് അച്ഛൻ ദുബായിലായിരുന്നു, അമ്മ ആ സമയത്ത് വീട്ടിലായിരുന്നു, അമ്മയ്ക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ പാരൻസ് എൻ്റെ ഷോ കാണണത്. അത് ഈ ഒരു ഷോയുടെ വേറൊരു ഒരു ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇനി എനിക്കുള്ളൊരു ഡ്രീം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചെയ്ത ഷോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഷോയും ഡാലു തന്നെയാണ്. അതായത് ഇപ്പോൾ 2017 ഫസ്റ്റ് ഷോ ചെയ്യുന്ന സമയത്ത് ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു ഷോ. അത് ഇന്ത്യൻ ഫാഷൻ ലീഗായിരുന്നു നമ്മൾ ചെയ്തത്. അന്നും ഇതുപോലെ ഹറിബറിയായിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് ഒപ്പിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ ഷോ ആയിരുന്നു. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾ മറ്റത് വേറൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കോസ്റ്റ്യൂം ഇറക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 2021 ചെയ്തത് എൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ ഷോ ആയിരുന്നു. അത് ഞാൻ തന്നെ ഡയറക്റ്റ് നമ്മളത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രൗഡായിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ്. അതായത് റോബിൻ ചേട്ടനൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം റോബിൻ ചേട്ടൻ വന്ന സമയത്ത് നമ്മൾ ഭയങ്കര റീച്ച് ആവുന്ന സമയത്ത് എൻ്റെ പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ആളുകൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു ഷോ ആയിരുന്നു. ഞാനൊരു ബാബു ആന്റണിയുടെ കൂടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് സാരി എടുത്ത് ഇങ്ങനെ നടന്നു വരുന്ന ഷോ. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത്. ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത് 7 ഇയേഴ്സിന് ശേഷമാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അന്ന് സാറിന്റെ കോറിയോഗ്രാഫിന്റെ സ്റ്റേജാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത്. ഇന്ന് സാറിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഷോയുടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. Thank you. Few words from you. Thank you so much. When I called up to her and asked her, without any discussion, just she told, yes, I am going to be there to support this makeover. Thank you so much. അപ്പൊ ഇനി ഞാൻ എടുത്തൊരു ഡിസിഷനാണ്, ഇനി ഒരു ഷോ വരുമ്പോൾ ഒരു 1 month ടൈം എടുത്ത് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ടാലന്റും ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് ഡ്രീം. അപ്പോഴാണെങ്കിൽ നമുക്ക് കാണുന്നവർക്കാണെങ്കിൽ ഒരു ഭയങ്കര പുതുമയും ഫീൽ ചെയ്യും, പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ ഇങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണത് ഭയങ്കര നമ്മുടെ സ്ട്രെസ് വേറെ, നമുക്ക് കസ്റ്റമർ കമ്മിറ്റ്മെന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ये देखो, इसमें वो किया ना, इसको ऑन करेगा, ये थोड़ा टाइम वो इसका अंदर मशीन गर्म होने का टाइम ऐसा जलेगा. जब गर्म हो जाएगा तो ये वो मतलब वो ओनली रेड जलेगा. ठीक है, थोड़ा वेट करो. गरम